ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുയൽ റോസ്റ്റാണ് കേട്ടോ. ഷാപ്പിലെ സ്റ്റൈലൊരു മുയൽ റോസ്റ്റ്. അപ്പോൾ നമ്മളത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ഇച്ചിരി മസാല പുരട്ടി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ പീസാക്കിയിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും പിന്നെ ഉപ്പും കൂടി ഇട്ടൊന്ന് തിരുമ്മി വെക്കാം. ഒരു അരമണിക്കൂർ വെച്ചിരുന്ന് കഴിയുമ്പോഴത്തേനും അതെല്ലാം ഒന്നങ്ങ് പിടിച്ചോളും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പുരട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. സവോള ഒന്ന് വഴട്ടാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിനകത്ത് ചേർക്കുന്നത് കുറച്ച് തേങ്ങാക്കൊത്തും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ചതച്ചതാണ്. പിന്നെ ഒരു 3 പച്ചമുളക്, ഒരു 10 കൊച്ചുള്ളിയും ഒരു സവോളയാണ്, പിന്നെ കറിവേപ്പില. അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങ കൊത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചതച്ചിട്ടിട്ടത്. അപ്പോൾ നമുക്ക് തേങ്ങ ജസ്റ്റ് ഒന്നായി വരുമ്പോഴത്തേനും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള എല്ലാം കൂടി അങ്ങ് ഇടാവേ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി, ഒത്തിരി അങ്ങ് ബ്രൗൺ ആകണ്ട, എന്നാലും അത്യാവശ്യം ഒന്ന് വഴണ്ട് വരണം. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ലേശം ഉപ്പ് കൂടി ചേർത്തിട്ട് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിലായാൽ മതി. അപ്പോൾ ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഓവറായിട്ട് മസാലയൊന്നും ചേർക്കണ്ട. നമുക്ക് ഇച്ചിരി എരിവ് മുമ്പിൽ വേണം. മുയൽ റോസ്റ്റിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, ഷാപ്പിലെ സ്റ്റൈൽ കറി എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ ഒരു പ്രത്യേകത കുറച്ച് എരിവ് മുമ്പോട്ട് നിൽക്കണം. അതും മുളക് പൊടിയുടെ എരിവല്ല വേണ്ട, കുരുമുളക് പൊടിയുടെ എരിവ്. അപ്പം നമ്മൾ ഒരു സ്പൂണേ മുളക് പൊടി ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇടുന്നത് ഗരം മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ വീട്ടിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണേ. അപ്പോൾ ആ ഗരം മസാല നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ കുരുമുളക് പൊടി അത് സ്പൂൺ ചെറുതാട്ടോ, അതുകൊണ്ടാണ്. അത് നമ്മളൊരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ. അപ്പം ഇത്രയും മതി, നമുക്ക് ഓവറായിട്ടുള്ള മസാലകളൊന്നും വേണ്ട. അപ്പോൾ ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ വെള്ളം ചൂടാക്കി വെച്ചേക്കുന്നതാണ്. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം എപ്പോഴും. നമ്മൾ മസാല മൂപ്പിച്ചിട്ട് അതിനകത്ത് പച്ചവെള്ളം ഒഴിക്കുന്നതിലും നല്ലത് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിലൊരു ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇറച്ചി അതിനകത്ത് കിടന്ന് വേകാനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ റോസ്റ്റായിട്ട് വെക്കുന്നതുകൊണ്ട് ഒരുപാട് ഗ്രേവി വേണ്ടല്ലോ. അപ്പോൾ അതിനകത്തോട്ട് ഒരു ലേശം വെള്ളം കൂടി വേണേ. അപ്പം ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇറച്ചി നമുക്കിടാം. അപ്പോൾ ഇറച്ചി ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. അപ്പം നമ്മളിതൊന്ന് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണേ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. ഓൾമോസ്റ്റ് വേവായിട്ടുണ്ട്. നമുക്കിനി ആ വെള്ളവും കൂടി കുറച്ചൊന്ന് പറ്റിച്ചെടുക്കണം. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ വെള്ളവും കൂടി അങ്ങ് പറ്റിക്കോളും. അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ മുയലൊന്നും എപ്പോഴും കിട്ടുന്നതല്ലല്ലോ. മുയൽ കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാമെന്നുള്ളേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാം. കണ്ടോ, വെള്ളമൊക്കെ പറ്റി സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് അതിലോട്ടൊരു ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ ഇച്ചിരി മല്ലിയില ഇടുക. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മല്ലിയില ഇടാഞ്ഞത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി മുയൽ റോസ്റ്റാണ്, ഷാപ്പിലെ സ്റ്റൈലിൽ. ഇച്ചിരി എരിവ് മുമ്പോട്ട് നിൽക്കണം, എന്നാലേ അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന്
ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ? വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു. എല്ലാവരുടെയും അഭിപ്രായവും പറയണം. ഓക്കെ.